ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്ലിറ്റഡ് ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഞാനിവിടെ ഒരു സാരി വെച്ചാണ് ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇതിൻ്റെ മുന്താണിയുടെ ഭാഗത്ത് ഇതിൻ്റെ ഇതുപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷമാണ് തുണി മടക്കിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഒരു ഡിസൈൻ പോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നില്ല. ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ ഇവിടെ മുന്താണിയുടെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിത് ഉപയോഗിക്കുന്നില്ല, ഇത് മാറ്റി വെക്കുവാണ്. ഈ സാരിയിൽ നിന്ന് നേരത്തെ ഒരു ടോപ്പ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തായിരുന്നു. അതിൻ്റെ ബാലൻസ് ഉള്ളതാണ് ഈ പീസ്. ഇനി നമുക്കിതെങ്ങനെയാണ് മടക്കിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ സാരിയുടെ താഴ്വശത്തായിട്ടൊരു ബോർഡർ വരുന്നുണ്ട്, അതുപോലെ തന്നെ മുകളിലും ഒരു ബോർഡർ വരുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഈ സാരിയെ ബോർഡർ വരുന്ന ഭാഗം കണ്ടില്ല, ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ മടക്കുവശമാണ്. താഴ്വശത്തും ബോർഡർ വരുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ നമ്മൾ മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ബാലൻസ് നമുക്ക് സ്ലീവിനായിട്ട് ഉപയോഗിക്കാനായിട്ടാണ്. ഇപ്പോൾ ഒരുപോലെ രണ്ട് താഴ്വശത്തെയും മുകൾവശത്തെയും ബോർഡർ എല്ലാം ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് തേച്ച് ഒപ്പത്തിനാക്കിയിട്ട് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. എൻ്റെ നേർക്ക് ഫോൾഡ് വശം, ഓപ്പോസിറ്റ് വശത്ത് ഓപ്പൺ സൈഡുമാണ് വരുന്നത്. ആദ്യം നമുക്ക് തുണിയിലേക്ക് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് താഴ്വശത്ത് ബോർഡർ ഉണ്ട്, അവിടെ നിന്നും ലെങ്ത് മുകളിലേക്ക് ഇതുപോലെ താഴ്വശത്ത് നിന്നും എത്രയാണ് ലെങ്ത് വേണത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ താഴെയും മുകളിലും ബോർഡർ വരുന്നതുകൊണ്ട് ഞാൻ താഴ്വശത്ത് ബോർഡർ കൊടുക്കുന്നുണ്ടെങ്കിലും മുകളിൽ ആ ബോർഡർ വേണ്ട. അതുകൊണ്ട് ഈ ബോർഡറിൻ്റെ അത്രയും ഞാൻ അവിടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. എനിക്കിപ്പോൾ 40 ഇഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട്. ഞാൻ അത്രയാണ് എടുക്കുന്നത്. കറക്റ്റായിട്ടൊന്ന് എല്ലായിടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് കളയാം മുകളിലത്തെ. അങ്ങനെ ഞാനിവിടെ ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മടക്ക് വശത്തുമാണ്. മടക്ക് വശത്ത് നിന്ന് ഷോൾഡർ 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അതേ 6 ഇഞ്ച് തന്നെ ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ഇവിടുത്തെ വീതി തന്നെ കറക്റ്റ് ഇവിടെയും കിട്ടാനായിട്ട് 6 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് അവിടെ ഒരു എൽ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് 32 അതിൻ്റെ 4 പറയുന്നത് 8 വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 8.5 ഇഞ്ച്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാനായിട്ട് ആം ഹോൾ ലെങ്തിൻ്റെ 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. ഈ കോൺ ഷേപ്പിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത്, ഈ കണ്ടില്ലേ ഈ കോൺ ഷേപ്പിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആദ്യത്തെ പോയിന്റ് ഇതുപോലെ കർവ് ചെയ്ത് നമ്മൾ ചെസ്റ്റ് റൗണ്ട് 4 ലൂസ് കണ്ട് അവിടെ ആദ്യത്തെ പോയിന്റിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വേണമെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചും വരച്ചെടുക്കാവുന്നതാണ്. ഈ പോയിന്റും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ പകുതി മാർക്ക് ചെയ്ത പോയിന്റ് വരുന്ന രീതിയിൽ ഇതുപോലെ ആം ഹോൾ കർവ് വെച്ച് അത് കറക്റ്റ് ഇതേ രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഹിപ്പ് ലെങ്ത് എനിക്ക് 19.5 ഇഞ്ചാണ്. നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. കാരണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഹിപ്പ് ലെങ്തിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 20 ഇഞ്ച് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെ ഒരു ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 36 ഹിപ്പ് റൗണ്ട്. അതിൻ്റെ 4 9 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 9.5 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മൾ ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് ഇടത്തുള്ളൂ. കാരണം സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 1 ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മളവിടെ 1 ഇഞ്ച് ഇട്ട് കൊടുത്തു. പിന്നീട് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യണം. അതിനായിട്ട് ചെസ്റ്റിൻ്റെ ആ ലൈനും ഹിപ്പ് ലൈനും കൂടെ മാർക്ക് ചെയ്ത് ആ ലൈനും ഇങ്ങനെയൊന്ന് ലെങ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ വേസ്റ്റ് റൗണ്ട് 29 ഇഞ്ചാണ്. അതിൻ്റെ 4/1 7.25 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 7.25 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ്. എന്നാൽ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കത്തുള്ളൂ. ആദ്യം മാർക്ക് ചെയ്തതിലൂടെ നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കുന്നത്. ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തതിലൂടെ വരച്ചെടുക്കുവാണ്.
ഇനി നമുക്ക് താഴത്തെ ബോട്ടം വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ തയ്യൽ തുമ്പ് ലൂസും എല്ലാം കൂടെ ചേർത്ത് മാർക്ക് ചെയ്തതൊന്ന് അളന്ന് നോക്കുവാണ്. ഇവിടെ 10.5 ഇഞ്ചാണ്. അത് തന്നെ നമ്മൾ ആദ്യം താഴെ ബോട്ടം വിട്ടായിട്ടൊന്ന് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആദ്യം വരച്ച പോയിന്റുകൾ തമ്മിൽ കൂട്ടി വരച്ച് പിന്നെ അടുത്ത തയ്യൽ തുമ്പിനായിട്ട് വിട്ടിട്ടുള്ള പോയിന്റ് കൂട്ടി വരയ്ക്കണം. നിങ്ങൾക്ക് ബോട്ടം വിട്ട് കുറച്ചുകൂടെ വീതി വേണമെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ 2 പോയിന്റ് യോജിപ്പിച്ച് വരച്ചെടുക്കുവാണ്. സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ എക്സ്ട്രാ 1 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊന്ന് കുഴിച്ച് വരച്ചെടുക്കുവാണ്. ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് ആം ഹോളിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ താഴെ വശത്തു നിന്ന് കട്ട് ചെയ്ത് വരുവാണ്. ബോട്ടം ഭാഗത്ത് നിന്ന് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആം ഹോളിൻ്റെ അവിടെ നിന്നും കട്ട് ചെയ്യണം. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിനാലാണ് അവിടെ നിന്നും കട്ട് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കട്ടിങ് അറിയാനായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുത്തു ബാക്ക് പീസ് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരുപോലെ ആം ഹോളിൻ്റെ ഭാഗമെല്ലാം കറക്റ്റായിട്ട് ലെവലാക്കി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ബാക്ക് പീസിൻ്റെ ആം ഹോൾ കർവ് ഒന്ന് അളന്ന് നോക്കണം. സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ആ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം അതുപോലെ തന്നെ 1/4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് നീക്കി നമ്മൾ ഈ ആം റൗണ്ടിൻ്റെ ചുറ്റും ഒന്ന് അളന്ന് നോക്കണം. എനിക്കിവിടെ 9.5 ഇഞ്ചാണ് കിട്ടിയത്. നമ്മൾ 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് അളന്ന് നോക്കണം. ഇനി നമ്മൾ ഇത് വെച്ചാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ആ ബാക്ക് പീസും മാറ്റി വെച്ചേക്കുവാണ്. ബാലൻസ് ഉള്ള പീസിൽ നിന്ന് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ ബോർഡർ ഭാഗം നമുക്ക് സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്, ഈ ബോർഡർ ഭാഗം. അതിനായിട്ട് നമുക്കിനി തുണി മടക്കിയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ നല്ല വശമാണ്, ഇത് താഴെ വശത്ത് ചീത്ത വശം. നമ്മളിപ്പം നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ ആദ്യം 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം മടക്ക് വശം എൻ്റെ നേർക്കാണ്. ഇനി വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് മടക്കിയിടണം. ഇവിടെ ഇപ്പം ബോർഡർ ഭാഗം എല്ലാം കറക്റ്റാക്കി ലെവലാക്കി ഒന്ന് നമ്മൾ ചുളിവൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇവിടെ 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇവിടെ മടക്ക് വശമാണ്. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കിയിടണം. ഇപ്പം നമ്മളിവിടെ 2 സ്ലീവിനും ഉള്ളത് മടക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയിടുമ്പോൾ നമുക്ക് കിട്ടേണ്ട വീതി എന്ന് പറയുന്നത് നമ്മൾ 9.5 ഇഞ്ചാണ് ആം റൗണ്ട് അളന്നെടുത്തത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ച് വീതി നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ എനിക്കിവിടെ 8.5 ഇഞ്ചിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് 8.5 ഇഞ്ചെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് സ്ലീവ് എത്തത്തുള്ളൂ. ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ താഴ്വശം എല്ലാം ലെവലാക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ബോർഡറിൻ്റെ ഭാഗമെല്ലാം കറക്റ്റ് ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തെടുക്കണം. ഏറ്റക്കുറച്ചിലൊന്നും വരരുത്. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ വീതി നമുക്ക് 8.5 ഇഞ്ചിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സ്ലീവ് ലെങ്ത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ 1 ഇഞ്ചും നമ്മൾ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ 1/2 ഇഞ്ച്, അതാണ് 1.5 ഇഞ്ച് എക്സ്ട്രാ. 14ൻ്റെ കൂടെ 1.5 കൂടെ ചേർത്ത് 15.5 ഇഞ്ച് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെയായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പാണ്ടാടെ ചോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ മാർക്കിംഗ് അങ്ങ് പോകുന്നതാണ്. ഇനി നമ്മൾ ആ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെയായിട്ട് ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചല്ലോ, അവിടെയായിട്ട് നമ്മൾ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നീക്കി 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്നും നീക്കി 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ 3.5യിൽ നിന്നും
നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചല്ലോ അവിടേക്ക് ഇതുപോലെ ചരിച്ചൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 ഇഞ്ച് നമ്മൾ ആ ഓപ്പൺ ഭാഗത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്തു. ബാലൻസ് എത്രയുണ്ടോ ആ 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കി 8 ഇഞ്ച് അതിൻ്റെ പകുതി 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് നമ്മൾ മടക്ക് വശത്തു നിന്നും 1/4 ഇഞ്ച് വെളിയിലേക്ക് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് ആ 4 ഇഞ്ചിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഉള്ളിലേക്ക് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 1/4 ഇഞ്ച്. ഇനി നമുക്ക് ബോട്ടം വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഓപ്പൺ റൗണ്ടിൻ്റെ അവിടെ. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ മാത്രമായിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ സ്പീഡിൽ ഞാനിവിടെ പറയുന്നത്. ആദ്യത്തെ പോയിന്റുകൾ ചേർത്ത് വരച്ചിട്ടുണ്ട്, അതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ എക്സ്ട്രാ ആയിട്ടാണ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്, തയ്യൽ തുമ്പിനായിട്ടുള്ള മാർക്ക് ചെയ്തേക്കുവാണ്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്ത് 2 സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ലീവ് ഒന്ന് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഒരുപോലെ വെച്ച് കൊടുക്കണം. ഇതൊന്ന് തെന്നിപ്പോകുന്ന കൂട്ടത്തെ ഒരു തുണിയാണ്. ഇവിടെ ഇപ്പം 2 സ്ലീവിൻ്റെയും നല്ല വശം ചേർത്ത് നമ്മൾ വെച്ചേക്കുവാണ്. മടക്കി ഇട്ടപ്പോഴേ അങ്ങനെ തന്നെയാണ് കിട്ടിയത്. നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ചീത്ത വശം ചേർത്ത് വെച്ചാണ് നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 1 ഇഞ്ച് നീക്കി നമ്മളിങ്ങനെ 1/2 ഇഞ്ചൊന്ന് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ 2 പീസും ലെവലായിട്ടിരിക്കുമല്ല, അതൊന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ടൊന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് 2 പീസും കൂടെ ചേർത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അറിയാനായിട്ട് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്ലീവും കട്ട് ചെയ്തു, ബോഡി പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഇതിനോട് മാച്ച് ചെയ്യുന്ന കളറിലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് മിച്ചം വന്നിട്ടുള്ള വെട്ട് കഷ്ണമാണ്. ഇത് ആദ്യം ഒന്ന് അയൺ ചെയ്തെടുക്കുവാണ്. മൊത്തം ചുളുങ്ങി ഇരിക്കുവാണ്. ഞാനൊന്ന് അയൺ ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ, ചീത്ത വശം പുറമേ ആവുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ആദ്യം ക്യാൻവാസ് പേപ്പറിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൽ അയൺ ചെയ്തെടുത്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ കാണിക്കാം. ഇവിടെ നമ്മൾ ഈ തുണി മടക്കി ഇടുമ്പോൾ നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ 6 ഇഞ്ചാണ്. അതിലും കുറവ് വരുന്ന രീതിയിൽ വേണം നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി ഇടാനായിട്ട്. പിന്നീട് മുകളിലായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഇവിടെ വേറൊരു ചോക്ക് വെച്ചാണ് മാർക്ക് ചെയ്യുന്നത്. പാണ്ട ചോക്കല്ല, നമുക്ക് ഈ മാർക്ക് ചെയ്യുന്ന അപ്പുറത്തേക്കും കൂടെ കിട്ടാനായിട്ട് വേണ്ടിയാണ്. നെക്ക് ലെങ്ത് ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെയും നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെയും 2.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഒതുങ്ങിയ കഴുത്ത് മതിയെന്ന് പറഞ്ഞായിരുന്നു. നമ്മളിവിടെ ഒരു കർവ് വി ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ്, കാരണം തെന്നി പോകുന്ന ക്ലോത്താണിത്. എല്ലായിടത്തും നമുക്ക് 2-3 ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചും നെക്ക് ലെങ്ത് 6 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6.5 ആണെന്ന് തോന്നുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്ന് നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് ആ മടക്ക് വശത്തേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചൊരു വി കൂട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ചരിച്ചൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ആ മാർക്ക് ചെയ്ത ലൈനിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് നമുക്കൊരു 1/2 ഇഞ്ച് വെളിയിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് അവിടെ ഒരു കർവ് ഷേപ്പ് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ ഈ ക്ലോത്തിൻ്റെ വീതിയും ലെങ്തും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. മുഴുവനിൽ ഉള്ള നമ്മളിവിടെ വീതി 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ വീതി 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത്. ഇവിടെ 5.5 ഇഞ്ച് ലെങ്ത് വന്നിട്ട് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് തയ്യൽ തുമ്പെല്ലാം പോയി അത് 11 ഇഞ്ചാവും. നമ്മൾ അവിടെ 5.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു ബോക്സ് കൂട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഏത് ഷേപ്പ് വേണമെങ്കിലും മാർക്ക് ചെയ്ത്, ഈ ബോക്സ് വേണമെങ്കിൽ ബോക്സ്, അല്ലെങ്കിൽ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, നമ്മളിവിടെ ആ നെക്കിൻ്റെ ഒരു ഷേപ്പ് കർവ് വി കൂട്ടി ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ വരച്ചതിലൂടെ കട്ട് ചെയ്ത് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുത്തു, പിന്നെല്ലാം ഊരി മാറ്റുവാണ്. ഇനി നമ്മൾ ഈ പീസിനെ ഇതുപോലെ അപ്പുറത്തേക്കൊന്ന് മടക്കി വെച്ച് നമ്മൾ ചോക്കിൻ്റെ പാട് അടുത്ത വശത്തേക്കും കൂടെ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ചോക്കിൻ്റെ പാട് മറുപുറത്തേക്കും കിട്ടുന്നതാണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്തതൊന്ന് തെളിച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചുറ്റിനും ഇങ്ങനെ 1/4 ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ വലിയ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്കിതങ്ങ് അഴിച്ച് മാറ്റാവുന്നതാണ്. നമ്മൾ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ സ്റ്റിച്ച് നമ്മൾ അഴിച്ച് മാറ്റും. അതുകൊണ്ട് നമ്മൾ വലിയ സ്റ്റിച്ചാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ നെക്കിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിൻ്റെ. അതിൻ്റെ നല്ല വശം, ചീത്ത വശമാണ് നമ്മളിപ്പം നിവർത്തിയിട്ടേക്കുന്നത്. നമ്മൾ സെൻറ്റർ ഭാഗത്ത് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഇപ്പം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അരി സ്റ്റിച്ച് ചെയ്ത് വെച്ച നല്ല വശം ചേർന്ന് വരണം. ചീത്ത വശത്തിനോട് ചേർന്ന് നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്തല്ലോ, നെക്ക് വരച്ചല്ലോ, അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ തുണി കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ആ വി ഷേപ്പിൻ്റെ അവിടെയായിട്ട് കുത്തി നിർത്തി ഒന്ന് കെട്ടിട്ടതിന് ശേഷം തിരിച്ച് പ്രഷർ പൂട്ട് പൊക്കി തിരിച്ച് ഇങ്ങോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്തൊരു 1/4 ഇഞ്ച് നിർത്തിയതിന് ശേഷം ഒന്ന് ബാലൻസ് തുണി കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ കോൺ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ നല്ല രീതിയിലൊരു കട്ടിങ് ഇട്ട് കൊടുത്താലേ തിരിഞ്ഞ് കിട്ടുമ്പോൾ അവിടെ കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തുള്ളൂ. നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് ചുറ്റിനും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ നല്ല വശത്തേക്ക് ആ ഗ്രീൻ ക്ലോത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നെക്കിൻ്റെ സൈഡിലൂടെ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് നെക്കിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ എൻഡ് ഭാഗത്തൂടെയും ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാം. അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഗ്രീൻ ക്ലോത്ത് ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തല്ലോ 1/4 ഇഞ്ച്, ആ വലിയ സ്റ്റിച്ച് ഇട്ടെടുത്തത് അത് നമുക്ക് അഴിച്ച് മാറ്റാവുന്നതാണ്. ഞാനിവിടെ അഴിച്ച് മാറ്റുവാണ്. ആദ്യം സ്റ്റിച്ചിട്ട നമ്മൾ 1/4 ഇഞ്ച് മടക്കി വെച്ച് സ്റ്റിച്ചിട്ട തയ്യൽ അഴിച്ച് മാറ്റുവാണ്. അങ്ങനെ അഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പണി കിട്ടും. നമ്മൾ ആ നൂലിങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ആ ഗ്രീൻ ക്ലോത്ത് കുറച്ചൊന്ന് കീറിപ്പോകുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും, ആ ഫുള്ളും തയ്യൽ അഴിച്ചെടുത്തിട്ടുണ്ട്. പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തല്ലോ, അത് അഴിച്ചതിന് ശേഷം ഇനി മുഴുവനായിട്ട് മാറാനുള്ള ഒരു ക്ഷമയൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത് ആ കീറിയ വശത്ത് നോക്കിയൊന്ന് കട്ട് ചെയ്ത് മാറ്റി ബാലൻസ് ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ
കീറിയ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇല്ലെങ്കിൽ ഫുള്ള് സ്റ്റിച്ച് നെക്കിൻ്റെ അവിടുത്തെ സ്റ്റിച്ചെല്ലാം അഴിച്ച് വേറെ ക്ലോത്ത് അറ്റാച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് ലെവലിൽ ഒന്ന് പിൻ ചെയ്തൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ ഞാനിവിടെ ഏകദേശം കറക്റ്റാക്കി ഒന്ന് മടക്കി ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിൻ ചെയ്ത ആ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ഇട്ട അവിടെ ഗ്രീൻ ക്ലോത്തിൻ്റെ എൻ്റെ ഭാഗത്തോട്ടൊരു ലേസും കൂടെ ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ഈ ലേസാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ അരികിലൂടെ ആ ഗ്രീൻ ക്ലോത്തിൻ്റെയും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അരികിലൂടെ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ചിട്ടെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് ഒരുവിധം കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ കട്ട് പീസ് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ മുകളിലായിട്ട് ലെവലാക്കി ഒന്ന് ആദ്യം വരച്ചു കൊടുക്കുവാണ്. അതിനുശേഷം ഇവിടെ ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ് ക്ലോത്ത്. ഇനി നമുക്ക് ഈ മടക്ക് വശത്ത് നിന്ന് 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് അതേ നെക്ക് വിഡ്ത്ത് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്ക് ലെങ്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും 2.5 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്ത് അവിടെ നമ്മൾ റൗണ്ട് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചുറ്റിനും നമുക്ക് കുറച്ചൊന്ന് ആ ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി മാർക്ക് ചെയ്ത് ഇതിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മളിവിടെ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വശത്ത് നമ്മൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മറുപുറത്തേക്കും കൂടെ കിട്ടുന്നതിനായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചോക്ക് വെച്ച് ആദ്യം മാർക്ക് ചെയ്ത് തെളിച്ച് വരച്ചതിന് ശേഷം ഒന്നുകൂടെ മടക്കിയിട്ടൊന്ന് കറക്റ്റായിട്ട് മടക്കിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ ചോക്കിൻ്റെ മറുപുറത്തും പാട് വന്നിട്ടുണ്ട്. നമുക്കിനി സൈഡിൽ 1/4 ഇഞ്ച് മടക്കി ഒന്ന് ചുറ്റിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ 1/4 ഇഞ്ച് സൈഡിൽ ചുറ്റി മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിലാവുന്ന രീതിയിൽ ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പീസിൽ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം ചേരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ആ വരച്ച ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് 1/4 ഇഞ്ച് നിർത്തി നമ്മൾ ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പീസിനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷോൾഡറും ജോയിൻ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ പീസിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കണം. നല്ല വശം വരുന്ന രീതിയിൽ ബാക്ക് പീസിൻ്റെ നല്ല വശം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മൾ ആ ലൈനിങ് വെച്ച ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത ആ പീസ് നമ്മൾ ഒന്ന് നിവർത്തി മാറ്റി ഇതുപോലെ കൊടുക്കണം. രണ്ടായിട്ടൊന്ന് വിടർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പീസിൻ്റെ പീസ്. അതിൻ്റെ കറക്റ്റ് ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ പീസിൽ നമ്മളിത് ആ പീസൊന്ന് വിടർത്തി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഫ്രണ്ട് പീസിൻ്റെ നെക്കൊക്കെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ 2 പീസിൻ്റെയും എൻഡ് ഭാഗം വരുന്ന അവിടേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ആ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കണം. കണ്ടില്ല, ആ മെയിൻ ക്ലോത്തും നമ്മൾ ലൈനിങ് പീസ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസും വിടർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കണം. നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ ആ പീസ് ചീത്ത വശത്തിൻ്റെ മുകളിലേക്കൊന്ന് മടക്കി വെച്ച് ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ
അടുത്ത ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇവിടെയും ഡബിൾ സ്റ്റിച്ച് ഇട്ടെടുക്കണം. അങ്ങനെ നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാക്ക് പീസിൽ വെച്ച് ആ പീസിനെ ഇതുപോലെ ഒന്ന് വലിച്ച് പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ആ പീസ് ഉള്ളിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗം നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ ബാക്കിൽ വെച്ച പീസിനെ ഉള്ളിലേക്ക് മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ അതിനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് ബാക്ക് നെക്കിൻ്റെ സൈഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് നെക്കിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത ഷോൾഡറിൻ്റെ ബാക്ക് ഷോൾഡറിൻ്റെ അവിടെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് നമ്മൾ 1 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. ആദ്യം 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത സ്ലീവും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ഞാനിവിടെ താഴ്വശം 2 സ്ലീവിൻ്റെയും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് ആ കറക്റ്റ് ഭാഗത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തത് ഏതാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് നോക്കണം സ്ലീവ്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തത് ബാക്കിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലൊന്ന് വെച്ച് നോക്കണം. കണ്ടില്ലേ, ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് അവിടേക്ക് ആ നോച്ച് വരുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മളിവിടെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് വീണ്ടും തിരിച്ച് അടുത്ത സൈഡിലേക്ക് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് 2 സ്ലീവ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ മടക്കി സ്ലീവ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ബോഡി പാർട്ടിലെല്ലാം തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഇട്ടേക്കുന്നത്. അത് ഇവിടെയും വേസ്റ്റിൻ്റെ അവിടെയും. എന്നാൽ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചാണ്. അതെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ചോക്ക് കൊണ്ട്. സ്ലീവിൻ്റെ അവിടെ എല്ലാം മാർക്ക് ചെയ്ത് ഹിപ്പിൻ്റെ അവിടെ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് കെട്ടിട്ട് നിർത്തണം. 2 സൈഡും അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് ഹിപ്പിൻ്റെ അവിടം വരെയും സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. ആ വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്ത് അത് കഴിഞ്ഞ് നീക്കി 2 സ്റ്റിച്ചും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. വെളിയിലേക്ക് നീക്കി 2 സ്റ്റിച്ചും. ആ 2 സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ചിട്ട് വന്ന് നമ്മൾ ആദ്യം കെട്ടിട്ട് നിർത്തിയതിലേക്ക് തന്നെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് വിടർത്തി ഇട്ടെടുക്കണം. കണ്ടില്ലേ, ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പിനായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിട്ടിട്ടുള്ളത്. ആദ്യം 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി നമുക്കിതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും സ്ലിറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നോർമലായിട്ട് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതാണ് കാണിക്കുന്നത്. നമ്മളിവിടെ എത്തുമ്പോൾ ഒരു ബോക്സ് കൂട്ട് വേണം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ സ്ലിറ്റിൻ്റെ ഹിപ്പിൻ്റെ അവിടെ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കറക്റ്റായിട്ട് 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി ഇതുപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞ് സൂചി കുത്തി നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ നോർമലായിട്ട് എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ്. ഇതിലും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന രീതി. അങ്ങനെ നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ച് നമ്മൾ സ്ലിറ്റ് കെട്ടിട്ട് നിർത്തിയല്ലോ, അതിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ച് മുകളിലേക്കൊന്ന് കൊണ്ടുവന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് സൂചി കുത്തി നിർത്തണം. അവിടെ നമ്മളിപ്പോൾ ഈ മടക്ക് വശത്തൂടെ അരികിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ സൂചി കുത്തി നിർത്തി. ഇനി നമ്മൾ പ്രഷർ പൂട്ട് പൊക്കി തിരിച്ച്
തുണി ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പുറ വശത്തെയും തുണി അതുപോലെ നമ്മളൊന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ഒന്ന് സ്റ്റിച്ചിട്ട് തുണിയുടെ എൻ്റെ ഭാഗത്ത് കൊണ്ടൊന്ന് കുത്തി നിർത്തി പ്രഷർ ഫൂട്ട് പൊക്കി നമ്മൾ തുണി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും താഴേക്ക് നമുക്ക് കറക്റ്റായിട്ട് മടക്കി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ഒരു സൈഡിൽ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ വശത്തെയും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കണ്ടില്ലേ, ഇവിടെയായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി നമ്മൾ 1 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്, അതുകൊണ്ട് അര ഇഞ്ച് വീതിയിൽ മടക്കി വേണം കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട്. എക്സ്ട്രാ ആയിട്ട് മടക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് ആ വിട്ടേക്കുന്ന 1 ഇഞ്ച് തന്നെ മടക്കി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മളിവിടെ 1 ഇഞ്ച് തന്നെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ കൊടുത്താലും നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഈ സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ 2 സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ താഴ്വശത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത്. നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എങ്കോണിച്ച് കുറച്ചിങ്ങനെ നിൽപ്പുണ്ടായിരിക്കും. അത് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം അര ഇഞ്ച് വീതിയിലൊന്ന് മടക്കി വെച്ച് താഴ്വശം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ അങ്ങനെ നമ്മളിവിടെ ഒരു സൈഡ് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എൻഡ് ഭാഗം എത്തുമ്പോൾ നമ്മളൊന്ന് കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിവിടെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ അടുത്ത വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ.